നമസ്കാരം. ദല്ലാളന്മാരും റിയൽ എസ്റ്റേറ്റുകാരുമൊക്കെ അടങ്ങുന്ന അവരുടെ എല്ലാം കൈക്കീഴിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമായി മാറിയോ CPM എന്നത്? CPM തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പടപൊരുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതം ഒരു തുല്യമായ ജീവിതം സോഷ്യലിസ്റ്റ് ഭരണ സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്. ഇന്ത്യയിൽ ആ പാർട്ടി ഉണ്ടായിട്ട് രണ്ട് പാർട്ടികൾ CPI-യും CPM ഉണ്ട്. രണ്ട് പാർട്ടികളിൽ രണ്ടുപേർക്കും അത്തരത്തിൽ ചില അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾ എന്നാണ് ആ പാർട്ടി ഇവിടെ ഉണ്ടായതെന്ന് 1925 എന്ന് CPI പറയുന്നു, അതല്ല 34-ലോ മറ്റോ ആണ് എന്ന് CPM പറയും. എന്തായാലും 80 വർഷത്തിലേക്കും 100 വർഷത്തോളം അടുത്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ജന്മം കൊണ്ടിട്ട്. പക്ഷേ ഇപ്പോൾ ആ ഇന്ത്യ എന്ന മഹാരാജ്യത്ത്, ഭാരതം എന്ന മഹാരാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തരുമ്പും അവിടെ ഇവിടെയും 1-2 സ്ഥാനങ്ങൾ മാത്രം. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭരണം നിലവിലുള്ള. അതും വളരെ താമസിയാതെ തന്നെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് CPM എന്നുള്ള പാർട്ടിക്ക് ഇത്തരത്തിൽ ഈ മൂല്യച്യുതി വരുന്നതും തകരാനും കാരണം? ഇന്ന് 2-3 ദിവസമായിട്ട് നമ്മളെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ദല്ലാളന്മാർ CPM-ൽ വളരെ സജീവമാണ് എന്ന്. പാർട്ടി എന്ന് പറയുന്നത് ദല്ലാളന്മാരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന്, റിയൽ എസ്റ്റേറ്റുകാരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പാറ മുതലാളിമാർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി സർവ്വ സമൂഹത്തിൽ അനധികൃതമായി എന്തെല്ലാം ചെയ്ത് പണമുണ്ടാക്കുന്നുവോ അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുകയും പാർട്ടിയിൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് പോലും ദല്ലാളന്മാരെ ഉപയോഗിക്കുന്നു ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് സഖാക്കളെ നിങ്ങൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഇപ്പോഴും പറയുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നന്ദകുമാർ എന്നുള്ള എൻ്റെ പേരാണേ കഷ്ടം, എൻ്റെ പേര് ഇതിൽ അത്തരത്തിലൊരു നന്ദകുമാർ എന്ന് പറഞ്ഞൊരു ദല്ലാളുണ്ട്. ഇപ്പോൾ അയാൾ ഇപ്പോൾ വന്ന് പറയുന്നത്, ഞാൻ CPM-ലേക്ക് പലരെയും വിളിച്ചിട്ടുണ്ട്, പത്മജ വേണുഗോപാലിനെ ഞാൻ പോയി വിളിച്ചിട്ടുണ്ട്, ദല്ലാളായിട്ട് ഞാൻ പോയി CPM-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഒരുപാട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ വന്നില്ല. പിന്നെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അത് EP ജയരാജനെ പോലുള്ള വലിയ വലിയ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ്, അവരുടെ സമ്മതത്തോടുകൂടിയും അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അത് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചും MV ഗോവിന്ദന്റെ നിർദ്ദേശം അനുസരിച്ചും EP ജയരാജന്റെ നിർദ്ദേശം അനുസരിച്ചും ഇപ്പോൾ പാർട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ കൊണ്ടുപോകണം, മുതലാളിമാരുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, വലിയ വലിയ വൻകിട പണക്കാരുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത്, അതിനെല്ലാം ഈ ദല്ലാളന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു, ദല്ലാളന്മാർക്ക് പണി കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇവിടെ പാർട്ടി ഫണ്ട് പിരിക്കുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുകയും കൊടിപിടിക്കുകയും ചെയ്യുന്ന സഖാക്കൾ അറിയുന്നുണ്ടോ? ദല്ലാളന്മാരാണ് CPM-നെ നിയന്ത്രിക്കുന്നത്, CPM-നെ കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ തർക്കം നടക്കുകയാണ്. ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തി. അവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വെച്ചു. കാരണം തൃക്കാക്കരയിൽ ദീപ്തിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സീറ്റ് കിട്ടാത്തതിനാൽ അവർ വിഷമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ പാർട്ടിക്കാർ CPM നേതാക്കന്മാർ എന്നെ കാണുകയും എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. ഞാൻ പോയി ദീപ്തി മേരി വർഗീസിനെ കണ്ടു. പക്ഷേ ദീപ്തി മേരി വർഗീസ് ചില കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അവര് താല്പര്യം ഇല്ലാതില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വാർത്ത ഇപ്പൊ കൊഴുക്കുന്നത്. അങ്ങനെയാണ്, വിവാദമാവുന്നു. അങ്ങനെയാണ്. അതുപോലെ K കരുണാകരന്റെ മകൾ ഈ പത്മജ വേണുഗോപാലിനെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ച ഞാനാണ്, ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണ് ഈ CPM എന്നുള്ള പാർട്ടി. ജീർണതയുടെ അങ്ങേയറ്റത്തേക്ക് കടന്നിരിക്കുന്നു CPM എന്ന പാർട്ടി. ദല്ലാളന്മാരാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്.